الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കൊക്കെ പലതരം കുറവുകളും ന്യൂനതകളുമുണ്ട്. അത് തിരിച്ചറിഞ്ഞവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ആ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും പടച്ചറബിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് അവരുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം, കൃത്യമായി നമസ്കരിക്കുന്ന വിശ്വാസികൾ നിസ്കാരത്തിൽ എത്രയോ തവണ ഈ ഒരു കാര്യം ഏറ്റുപറഞ്ഞ് അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുവാൻ വേണ്ടി പടച്ചറബിനോട് നടത്തുന്ന പ്രാർത്ഥനകൾ നിസ്കാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ട് സുജൂദുകൾക്കിടയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന അതിനൊരു ഉദാഹരണമാണ്. റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എല്ലാം വളരെ അർത്ഥവത്തായ പ്രാർത്ഥനകളാണ്. അതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, റബ്ബി ഗഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ, വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണമേ, വജ്ബുർനി, എന്റെ ന്യൂനതകൾ നീ പരിഹരിച്ചു തരണമേ. അപ്പൊ ന്യൂനതകൾ ഉണ്ട് എന്ന് സമ്മതിക്കുകയാണ്. അതേപോലെ നമസ്കാരത്തിന്റെ അവസാനത്തിൽ അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയിലും അങ്ങനെയുണ്ട്. അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു. ഞാൻ രഹസ്യമായും പരസ്യമായും ചെയ്തതൊക്കെ നീ എനിക്ക് പുറത്തു തരണം.
ഇങ്ങനെ നമ്മുടെ കുറവുകളും ന്യൂനതകളും അംഗീകരിച്ചുകൊണ്ട് അത് പരിഹരിക്കുവാൻ വേണ്ടി ഒരു വിശ്വാസി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒഴിവാക്കാത്ത ദുആകളുടെ കൂട്ടത്തിൽ അദ്കാറുസ് സ്വബാഹി വൽ മസാ, നമ്മളോട് ഓരോരുത്തരോടും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതേ കാര്യം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവേ വിട്ടുവീഴ്ചയും മാപ്പാക്കലും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ശാരീരികമായ സൗഖ്യം ഞാൻ നിന്നോട് ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അല്ലാഹുമ്മസ്തുർ ഔറാത്തി വആമിൻ റൗആത്തി, എന്റെ ന്യൂനതകൾ നീ മറച്ചു തരയണമേ, മറച്ചു വെക്കണമേ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. നമുക്കൊക്കെ കുറവുകൾ ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് ആ കുറവും ന്യൂനതകളും ആളുകൾക്കിടയിൽ പാട്ടായി വഷളാക്കപ്പെടാതിരിക്കാൻ പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കുറവുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന നമ്മൾ റബ്ബിനോട് പുറത്തു തരാൻ വേണ്ടി, മാപ്പാക്കാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ആളുകൾക്കിടയിൽ പരസ്യമാകാതിരിക്കാൻ, അതുവഴി വഷളാകാതെ ഇരിക്കാനുള്ള തേട്ടം, അതാണ് വിശ്വാസികൾ നടത്തുന്നത്. നമ്മുടെ കുറവുകൾ ആളുകൾ വിളിച്ചു പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ അത് ആഘോഷിക്കുന്ന, ചർച്ചയാകുന്ന, അത് മുഖേന നമ്മളും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളും ഒക്കെ വഷളാക്കപ്പെടുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയോ അന്തസ്സും അഭിമാനവും സ്ഥാനമാനങ്ങളും ഒക്കെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ചെറിയ ഒന്നും ഉണ്ടായിരിക്കും, അതിന്റെ മേലെ പലതും വെച്ച് കെട്ടി അങ്ങനെ വലുതാക്കി അതങ്ങനെ പരത്തുന്ന ഒരു രീതി വരുമ്പോൾ അയാളുടെ അന്തസ്സിനും അഭിമാനത്തിനും എന്ന് വേണ്ട അയാളുടെ കുടുംബത്തിനും ഒക്കെ ഉണ്ടാകുന്ന അപകടങ്ങളും പ്രയാസങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് അന്തസ്സിനും അഭിമാനത്തിനും ഏൽക്കുന്ന ക്ഷതമാണ് അത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നല്ല ഒരു മനുഷ്യനും ഒരിക്കലും അത് ആഗ്രഹിക്കുകയില്ല, തന്റെ കുറവുകൾ ന്യൂനതകൾ പാട്ടാകുവാനും അത് ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുവാനും ഒക്കെ. ഒരു കവി പറഞ്ഞതുപോലെ വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി. എല്ലാവർക്കും കുറവുകളുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, വല്ലാഹി പടച്ചറബ് തന്നെയാണ് സത്യം, ലൗ അലിമു ഖബീഹ സരീറതി, എന്റെ ജീവിതത്തിൽ രഹസ്യമായി ഞാൻ സംഭവിച്ചു പോയ, പ്രവർത്തിച്ചു പോയ മോശമായ കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന, ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി, കണ്ടുമുട്ടുമ്പോൾ കൈപിടിച്ച് കുലുക്കി സ്നേഹത്തോടുകൂടി സലാം പറയുന്ന ഒരാളും എന്നെ കണ്ടാൽ സലാം പറയാതെ മുഖം തിരിച്ചു നടക്കുമായിരുന്നു എന്ന്. അഥവാ നമ്മുടെയൊക്കെ രഹസ്യ ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകളും ന്യൂനതകളുമുണ്ട്. പക്ഷേ അത് പ്രചരിപ്പിക്കുന്നവരോട് നമുക്ക് എത്രമാത്രം ദേഷ്യവും വെറുപ്പുമായിരിക്കും ഉണ്ടാവുക. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും ന്യൂനതകളും കുറവുകളും ഒക്കെ നമ്മൾ ചർച്ചയാക്കുമ്പോൾ അവരെ വേദനിപ്പിക്കുന്ന, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ ഏർപ്പെട്ടാൽ ഇതേ വികാരവും ഇതേ വേദനയും അയാൾക്കും ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. എല്ലാവരുടെയും അഭിമാനത്തിന് വിലയുണ്ട്. ഒരു വിശ്വാസിയുടെ അന്തസ്സിനെ സംബന്ധിച്ചിടത്തോളം, ആത്മാഭിമാനത്തെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശുദ്ധ കഅബയേക്കാൾ പവിത്രമാണ് വിശ്വാസി എന്നാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് എത്രയുണ്ടായാലും ആ സമ്പത്ത് പോലും ആളുകൾ അഭിമാനത്തിന് മുന്നിൽ അടിയറ വെക്കുന്ന, അഭിമാന സംരക്ഷണത്തിന് വേണ്ടി അന്തസ്സോടുകൂടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ സമ്പത്തിനേക്കാൾ ആത്മാഭിമാനത്തിന് വില നൽകുന്നത് കാണുവാൻ സാധിക്കും. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും പറഞ്ഞ സംഗതിയാണ് എന്ന്. എന്റെ അഭിമാനം ഞാൻ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. ബിമാലിൻ, എന്റെ സമ്പത്ത് കൊണ്ട്, ലാ ഉദന്നിസുഹു, എന്റെ അഭിമാനത്തെ മ്ലേച്ഛമാക്കാൻ, ചവിട്ടിമെതിക്കാൻ ഞാൻ ഒരാളെയും സമ്മതിക്കുകയില്ല. ലാ ബാറകല്ലാഹു ബഅദൽ ഇർളി ഫിൽ മാലി, അന്തസ്സും അഭിമാനവും ഇല്ലാതെ സമ്പത്തുണ്ടായിട്ട് എന്താ കാര്യം എന്നാണ് അയാൾ ചോദിച്ചത്. അതിനാൽ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ന്യൂനത നമ്മളിലോ മറ്റുള്ളവരിലോ കണ്ടാൽ, ചിലപ്പോൾ നമ്മുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളിലായിരിക്കാം, സഹോദരങ്ങളിലായിരിക്കാം, കൂട്ടുകാരിലായിരിക്കാം, സഹപ്രവർത്തകരിലായിരിക്കാം, ആരിലുമാകട്ടെ ഒരു കുറവോ ന്യൂനതയോ നമ്മൾ കണ്ടാൽ വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് ചില ബാധ്യതകളുണ്ട്. ഒന്നാമതായി അത് തിരുത്തി കൊടുക്കുവാൻ നസീഹത്തോടുകൂടി, ഒരു ഗുണകാംക്ഷയോടുകൂടി അയാൾ അത് തിരുത്തണം, ആ തെറ്റിൽ നിന്ന് പിന്മാറണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി അയാളെ ഗുണദോഷിക്കുക, ഉണർത്തി കൊടുക്കുക എന്നതാണ്. അതൊരിക്കലും പരസ്യമായിട്ട് അയാളെ വിചാരണ ചെയ്യുന്ന രീതിയല്ല. വിശിഷ്യ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ള ആളുകളാണെങ്കിൽ
അധികാരികൾ ഉണ്ടാകാം, പണ്ഡിതന്മാരുണ്ടാകാം, ആളുകൾ ബഹുമാനിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവരൊക്കെ മനുഷ്യന്മാരാണ്. കുറവുകൾ ഉണ്ടാകും, ന്യൂനതകൾ ഉണ്ടാകും. അത് അവരിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്നേഹത്തോടുകൂടി രഹസ്യമായി അവരെ തിരുത്തുവാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയുമോ? പിശാച് അവിടെ മുതലെടുക്കും. അവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമുക്കെന്താ ചെയ്താൽ എന്നായിരിക്കും സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കുക. അറിവുള്ള പണ്ഡിതന്മാരായ പ്രബോധകന്മാരായ ആളുകൾക്ക് വീഴ്ചകൾ ഉണ്ടാകും. അത് പരസ്യമായി നമ്മൾ വിളിച്ചു പറയാൻ സോഷ്യൽ മീഡിയകളിലൂടെ അത് വിഷയമാക്കി പ്രചരിപ്പിക്കാൻ നിന്നാൽ ഏറ്റവും വലിയ ഗുരുതരമായ പാതകമായിരിക്കുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ വിശ്വാസിയുടെയും അന്തസ്സിനും അഭിമാനത്തിനും വിലയുണ്ട്. എന്നാൽ പണ്ഡിതന്മാരുടെ അഭിമാനത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ തന്നെ ഉണർത്തിയത് അത് വിഷലിപ്തമാണ് എന്നാണ്. അത് തിന്നവരാരും രക്ഷപ്പെടുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പിശാച് മുതലെടുക്കുന്നത് എങ്ങനെ? ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഇത്രമാത്രം ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഞാനൊക്കെ എന്തും ചെയ്യാം എന്നുള്ളൊരു ലൈസൻസായി അവരത് കാണും. അതുപോലെ തന്നെ പൊതുസമൂഹത്തിന് ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ഉണ്ടാകും. ആരിലും വിശ്വാസമില്ലാത്തൊരവസ്ഥ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഖുതുബ പറയുന്ന ആളുകളുടെയും അവസ്ഥ നമുക്കറിയാം എന്ന രീതിയിൽ ഒരു വിധി കൽപ്പിക്കുകയും അവരുടെ തോന്നിവാസങ്ങൾക്ക് പിശാച് അവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അവർക്ക് ഊർജം പകരുകയും ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട സംഗതിയാണ്. അതേപോലെ ഭരണാധികാരികളുടെ വീഴ്ചകൾ, കുറവുകൾ, അവരും മനുഷ്യന്മാരാ, കുറവുകൾ ഉണ്ടാകും. പക്ഷേ മിമ്പറുകളിലൂടെയോ സോഷ്യൽ മീഡിയകളിലൂടെയല്ല അത് തിരുത്തേണ്ടത്. അഹ്ലുസുന്നയും ഖവാരിജകളും വേർതിരിയുന്ന ഒരു വിഷയമാണത്. കാരണം അവർക്ക് വൈകാരികതയുടെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണാധികാരികളുടെ ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് തീപ്പൊരി പ്രസംഗങ്ങളാക്കി, അതല്ലെങ്കിൽ നെടുനീളൻ ലേഖനങ്ങളാക്കി സോഷ്യൽ മീഡിയകളിലൂടെ, ഖുതുബകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെയും പറ്റുന്ന അപകടങ്ങളും അബദ്ധങ്ങളും എന്താണ് എന്നറിയോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ ഒരിക്കലും ആ നയത്തെ അനുകൂലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ശക്തമായി വിലക്കിയ തെറ്റാണ് എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ വളരെ കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അത് പറയുമ്പോൾ ചിലപ്പോ ആളുകൾ അതിനെ മോശമായി ചിത്രീകരിക്കും. കൊട്ടാര പണ്ഡിതന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് പാദസേവ ചെയ്യുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരിക്കും. ദീൻ അറിയാത്തത് കൊണ്ടാണ്. എന്താണ് അതിലൂടെ സംഭവിക്കുന്നത്? അധികാരമുള്ള ഭരണ നേതൃത്വത്തിലുള്ള ഒരാളെ നമ്മൾ പരസ്യമായി ആക്ഷേപിക്കുകയോ അയാളിലുള്ള ന്യൂനതകൾ തന്നെ നമ്മൾ പരസ്യമായി തിരുത്തുവാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതാണ് ഖവാരിജുകളുടെ രീതി. അതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഒരു തരം ഈഗോ വർക്കൗട്ട് ആകും. ഇവനൊക്കെ ആരാ എന്നെ തിരുത്താൻ എന്നുള്ള ഒരു തരം ഈഗോ അവിടെ ഉണ്ടാകും. തിരുത്തുവാനുള്ള മനസ്സൊരിക്കലും വരികയില്ല. അവിടെ സ്വാഭാവികമായും ന്യായീകരിക്കുന്ന രീതിയിലേക്ക് അയാൾ പോകും. മാത്രമല്ല, ഈ ആരോപണങ്ങളും കുറ്റങ്ങൾ എടുത്തു പറയുകയും ചെയ്ത ആളോട് ശത്രുതയായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും അവിടെ നസീഹത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. നസീഹത്ത് ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു, മൻ അറാദ അൻ യൻസഹ ലിദീ സുൽത്താനിൻ, അധികാരമുള്ള സ്ഥാനമാനമുള്ള ഒരാൾക്ക് നിങ്ങൾ നസീഹത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അയാളുടെ ജീവിതത്തിലുള്ള നയനിലപാടുകളിലുള്ള എന്തെങ്കിലും ന്യൂനതകളോ കുറവുകളോ തിരുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫയഖുദ ബിയദിഹി, അയാളുടെ കൈ നിങ്ങൾ പിടിക്കണം. വൽ യഖ്ലു ബിഹി, അയാളുമായി നിങ്ങൾ തനിച്ചിരിക്കണം. ഫഇൻ ഖബില മിൻഹു, നിങ്ങൾ പറയുമ്പോൾ നിന്റെ ഉപദേശം അയാൾ സ്വീകരിക്കുകയാണെങ്കിൽ നിനക്കും നല്ലത്, അയാൾക്കും നല്ലത്. ഇനിയില്ല വഇല്ല, അയാൾ അത് സ്വീകരിച്ചില്ലെങ്കിലോ കാന ഖദ് അദ്ദല്ലദി അലൈഹി, ആ പറഞ്ഞു കൊടുത്ത മനുഷ്യന്റെ മേൽ ബാധ്യതയായിട്ടുള്ള ഉത്തരവാദിത്തം അയാൾ നിർവഹിച്ചു കഴിഞ്ഞു. ബാക്കി അയാൾ റബ്ബുമായിട്ടായിക്കൊള്ളും. അതല്ലാതെ നിങ്ങൾ അത് പൊതുജനങ്ങളിലേക്ക് ഇട്ടാൽ ആ ആളുകൾ അയാൾക്കെതിരിൽ തിരികയും അത് പ്രശ്നമാവുകയും സങ്കീർണം ആവുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെട്ട് കലഹങ്ങളായിരിക്കും ഉണ്ടാവുക. അവിടെ ഒരു നന്മയുണ്ടാവുകയില്ല. ചില ആളുകൾ ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിച്ചു പോയൊരു ഹദീസുണ്ട്. ചില ആളുകൾ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച ഹദീസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്, അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അനീതിയുടെ ഭരണാധികാരിയുടെ മുന്നിൽ സത്യത്തിന്റെ വാക്ക് പറയലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അതിനെയും നമ്മുടെ ഇമാമികൾ, പണ്ഡിതന്മാർ വിശദീകരിച്ചൊരു രീതിയുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അധികാരമുള്ള ആളുകൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താൽ അത് നിങ്ങൾ പരസ്യമായി അയാളെ തിരുത്തണമെന്നല്ല പറഞ്ഞത്.
മറിച്ച് ഇൻദ സുൽത്താനിൻ ജാഇർ ഫതഅമ്മൽ ഫീ ഖൗലിഹി ഇൻദ സുൽത്താൻ. പണ്ഡിതന്മാർ അടിവരയിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഭരണാധികാരിയുടെ അടുക്കൽ എന്ന് പ്രത്യേകം പറഞ്ഞു. ഐ ഫീമാ ബൈനക വ ബൈനഹു, നീയും അയാളും തമ്മിലാണ് അത് സംസാരിക്കേണ്ടത്. അയാൾ വേറെ ഏതോ സ്ഥലത്ത് അയാളുടെ ഏതെങ്കിലും ഒരു വാചകമോ ഏതെങ്കിലും ഒരു പ്രസ്താവനയോ എടുത്തുകൊണ്ട് അയാൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒരു സ്ഥലത്ത് ഒരു സമൂഹത്തിനിടയിലേക്ക് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് എത്ര തന്നെ നല്ല നീയത്തിലും ഉദ്ദേശത്തിലുമാണ് എങ്കിൽ പോലും സമൂഹത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുവാൻ നടക്കുന്ന ഖവാരിജികളുടെ ലക്ഷണമായിട്ടാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്, നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ന്യൂനതകൾ ആരിലും ഉണ്ടാകാം, അത് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ തിരുത്തി കൊടുക്കേണ്ടതിന് ചില അദബുകളും മര്യാദകളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ന്യൂനതകൾ നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ, കൂട്ടുകാർക്കിടയിൽ, കുടുംബ ബന്ധുക്കൾക്കിടയിൽ ഒക്കെ ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാനാണ് മതം നമ്മളോട് പഠിപ്പിക്കുന്നത്. വഷളാക്കരുത്, തിരുത്തലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അയാളിൽ ഇങ്ങനെയൊരു കുറവുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ അത് വേറൊരുള്ളവരിലോട് പറയുന്നതിലേക്ക് മുമ്പ് അയാളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ എന്ത് വഴിയെന്നതായിരിക്കണം നമ്മൾ ചിന്തിക്കുകയും ലക്ഷ്യമായി കാണുകയും ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു വിശ്വാസിയുടെ ന്യൂനത മറച്ചു വെച്ചുകൊണ്ട് അയാളുടെ അഭിമാനത്തെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അള്ളാഹു ആ മനുഷ്യന്റെയും ന്യൂനതകൾ മറച്ചു വെച്ച് പരലോകത്ത് അയാളുടെ അഭിമാനം സംരക്ഷിക്കുമെന്നാണ്. സഹോദരങ്ങളെ, കോടാനുകോടി മനുഷ്യന്മാരെല്ലാവരും സമ്മേളിക്കുന്ന ഒരു ലോകം മഹ്ശർ അത് വരാനുണ്ട്. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യയുടെ ബന്ധുക്കൾ, നമ്മുടെ കുടുംബക്കാർ എല്ലാവരും നമ്മുടെ രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവിടെ നമ്മളെ അള്ളാഹു സംരക്ഷിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ ക്ഷതമേൽപ്പിക്കാതെ ദുനിയാവിൽ നമുക്ക് സാധിക്കുന്ന രീതിയിൽ അത് മറച്ചു വെച്ച് അയാളെ വഷളാക്കാതിരുന്നാൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫിദ്ദുനിയ ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. മറ്റൊരു ഹദീസിൽ വന്നത് എങ്ങനെയാണ്? ഒരു അടിമ മറ്റൊരടിമയുടെ ന്യൂനത ദുനിയാവിൽ വെച്ച് മറച്ചു വെക്കുന്നുവെങ്കിൽ അള്ളാഹു ഇയാളുടെ ന്യൂനതകൾ പരലോകത്തും മറച്ചു വെക്കുന്നതാണ് എന്ന്. അപ്പോ സ്വന്തം വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ചില ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. വേറെ ആരെ പറ്റിയല്ല, ഞാൻ ചെയ്തത് തന്നെ എന്ന രീതിയിൽ അത് വിളിച്ചു പറയുന്ന ഒരു രീതി, അതും ഒരിക്കലും ശരിയായ സംഗതിയല്ല. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് ഹറാമുകൾ, തോന്നിവാസങ്ങൾ ചെയ്ത എന്റെ ഒരു ജാഹിലിയത്ത് എന്ന രീതിയിൽ ഓരോരുത്തരും അത് വിളിച്ചു പറയുന്ന രീതി ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ആളുകൾക്ക് എന്തെങ്കിലും ഒരു നസീഹത്തോ എന്തെങ്കിലും ഒരു ഗുണമോ കിട്ടുന്ന ഒരു മസ്ലഹത്ത് മുൻനിർത്തിയിട്ടാണെങ്കിൽ അത് വേറെ കാര്യം. അതല്ലാതെ കഴിഞ്ഞുപോയ സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ അവിടെ പോയതും അങ്ങനെ ചെയ്തതും ഇങ്ങനെ ചെയ്തതും ഒക്കെ കൂട്ടുകൂടുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ച് അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയ സംഗതിയാണ്. കുറ്റബോധത്താൽ അത് വന്ന് പറഞ്ഞ ആളോട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉസ്തുർ അലാ നഫ്സിക്, നീ എന്തിനത് പറഞ്ഞു നടക്കുന്നത്? നിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി, നീ അത് മറച്ചു വെക്കണം. എന്നിട്ട് നിന്റെ റബ്ബിനോട് നീ അത് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാറിന് വേണ്ടി ചോദിക്കുകയും വേണം. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പാപങ്ങൾ പൊറത്തു കിട്ടാൻ, അത് മറ്റുള്ളവർക്കിടയിൽ പരസ്യപ്പെടുത്തി അപമാനിക്കാതിരിക്കാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ മറ്റുള്ളവരുടെ കുറവുകളാണെങ്കിലോ അത് ചിക്കിച്ചുക എന്ന രീതി. ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ അതിന്റെ പിന്നാലെ കൂടുന്ന ചില ആളുകളുണ്ട്. അത് മറ്റുള്ളവരോട് പറഞ്ഞ്, അങ്ങനെ പറയുമ്പോൾ തന്നെ അയാൾ ചെയ്ത അയാളിലുള്ള ന്യൂനതയാണ് എങ്കിൽ പോലും അത് ഗീബത്താണ്, പരദൂഷണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയ വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. ഖുർആൻ പറഞ്ഞത്, മരിച്ചു കിടക്കുന്ന നിന്റെ സഹോദരന്റെ ശരീരത്തിൽ നിന്ന് പച്ച മാംസം നീ മുറിച്ചെടുത്ത് തിന്നുന്നതിന് തുല്യമാണ് ഒരാളുടെ അഭാവത്തിൽ അയാളിൽ ഉള്ളതാണ് എങ്കിലും അയാളുടെ കുറവുകളും ന്യൂനതകളും വിളിച്ചു പറയൽ. അപ്പോ ഉള്ളതാണെങ്കിൽ പോലും ഗീബത്താണ് എങ്കിൽ, ഇല്ലാത്തത് ആരെങ്കിലും ഒക്കെ കെട്ടിപ്പറഞ്ഞത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴേക്കും സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ പറത്തുകയാണ്. എത്രയോ ലക്ഷങ്ങളിലേക്ക്, പതിനായിരങ്ങളിലേക്ക് നമ്മുടെ ഒരു ഫോർവേഡിങ്ങിലൂടെ ആ സംഗതി എത്തുന്നു. വളരെ ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം സ്വഭാവ ദൂഷ്യങ്ങളെ ഒക്കെ തിരുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി, നാവുകൊണ്ട് മാത്രം മുസ്ലിമായവനെ, മുഅ്മിനായവനെ, അഥവാ നാവുകൊണ്ട് വിശ്വാസിയാണ് എന്ന് പറയുകയും
വലം യദ്ഖുലിൽ ഈമാനു ഖൽബ, ഈമാൻ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യാത്ത കപടവിശ്വാസി എന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തഗ്താബുൽ മുസ്ലിമീൻ, വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ നിങ്ങൾ പരദൂഷണം പറയരുത്. അവരുടെ കുറവുകളും ന്യൂനതകളും നിങ്ങൾ വിളിച്ചു പറഞ്ഞ് നടക്കരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ന്യൂനതകൾ, കുറവുകൾ നിങ്ങൾ ചികഞ്ഞു പോകരുത്, അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഫഇന്ന മൻ ഇത്തബഅ ഔറാതിഹിം തതബ്ബഅ അല്ലാഹു ഔറതഹു, ആരെങ്കിലും ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ന്യൂനതകളും കുറവുകളും തേടിപ്പോകുന്നുവെങ്കിൽ, അതിന്റെ പിന്നാലെ കൂടുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒന്ന് കിട്ടിയിട്ട് നാലാളുകളോട് പറഞ്ഞ് അതിന്റെ പേരിൽ അയാളെ ഒന്ന് വേദനിപ്പിച്ച് അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു രീതിയും പ്രവണതയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തതബ്ബ അല്ലാഹു ഔറതഹു, ആ മനുഷ്യന്റെ കുറവുകളും ന്യൂനതകളും പടച്ചവനും ചികയും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്കിടയിൽ അത് പ്രചരിപ്പിക്കും. വമൻ തതബ്ബ അല്ലാഹു ഔറതഹു യുഫ്ളിഹുഹു, അല്ലാഹു ആരുടെയെങ്കിലും ന്യൂനത ചികയാൻ നിന്നാൽ തീർച്ചയായും അയാൾ വഷളാക്കപ്പെടും. അല്ലാഹു അയാളെ വഷളാക്കുമെന്ന്. അയാൾ എവിടെയും പോകുന്നില്ല, സ്വന്തം വീട്ടിൽ കതകടച്ചിരിക്കുകയാണെങ്കിൽ പോലും അയാൾ വഷളാക്കപ്പെടുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്തുൻ നൂറിലെ 19-ാമത്തെ വചനം. അള്ളാഹു പറഞ്ഞത് ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനു, സത്യവിശ്വാസികൾക്കിടയിൽ വൃത്തികേടുകൾ, മോശമായ സംഗതികൾ പ്രചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, സത്യവിശ്വാസികൾക്കിടയിൽ വൃത്തികേടുകൾ പ്രചരിക്കണമെന്ന് മനസ്സിൽ തോന്നിയാൽ പോലും ആ പണി ചെയ്യണമെന്നില്ല. മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർക്ക് ദുനിയാവിൽ വേദനയേറിയ ശിക്ഷയുണ്ട്. അതാണ് ഇസ്ലാം പറഞ്ഞത് പരദൂഷണം പറയുന്ന അല്ലെങ്കിൽ അപവാദം പ്രചരിപ്പിക്കുന്ന ആളുകളെ പിടിച്ച് അടിക്കണമെന്ന് പറഞ്ഞത്. അവർ പറഞ്ഞത് അവർ കണ്ട കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും സാക്ഷിയില്ലാതെ ആ സംഗതികൾ പറഞ്ഞു നടക്കാൻ പാടില്ല, അത് മറച്ചു വെക്കണമെന്ന് ഇസ്ലാം പറഞ്ഞത്. ദുനിയാവിലുണ്ട് വൽ ആഖിറ, പരലോകത്തും അവർക്ക് ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങൾക്കൊന്നും അറിയുന്നില്ല, നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ 19-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം തഫ്സീർ ഇബ്നു കസീറിൽ ഈ ആയത്ത് പരിശോധിക്കുമ്പോൾ നമുക്കതിന്റെ വിവരണത്തിൽ കാണുവാൻ സാധിക്കും. അൽ മുഅ്മിനു യത്ലുബുൽ മആദീർ, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് ഒരാളുടെ കുറവോ ന്യൂനതയോ കണ്ണിൽപ്പെട്ടാൽ, അതല്ലെങ്കിൽ ഒരു വാർത്തയായ അയാളുടെ കാതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യത്ലുബുൽ മആദീർ, അയാൾക്ക് എന്തെങ്കിലും ഒരു ഒഴിവ് കഴിവ്, ഒരു എക്സ്ക്യൂസ് കണ്ടെത്തും. അയാൾ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതായിരിക്കില്ല, അങ്ങനെ പറഞ്ഞതായിരിക്കുകയില്ല എന്ന രീതിയിൽ തന്റെ വിഷയത്തിൽ അയാൾ കാണുന്നത് പോലെ താനാണ് ആ സ്ഥാനത്തുള്ളത് എന്ന രീതിയിൽ അയാൾ അതിനെ എന്തെങ്കിലും ഒരു ഉദ്ർ കണ്ടെത്തുവാൻ ശ്രമിക്കും. വൽ മുനാഫിഖു യത്ലുബു സല്ലാത്ത്, എന്നാൽ കപട വിശ്വാസിയാണെങ്കിൽ മുനാഫിഖാണെങ്കിലോ എല്ലാവരുടെയും ന്യൂനതകൾ ചികയലായിരിക്കും അയാളുടെ രീതി. സലഫുസ്സാലിഹീങ്ങളുടെ മാതൃക നിങ്ങൾ കേൾക്കണോ? നമുക്കൊക്കെ അത്ഭുതകരമായി തോന്നും. സലഫുസ്സാലിഹീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തി അന്നഹു അറാദ ത്വലാഖ ഇംറഅതിഹി, തന്റെ ഭാര്യയെ ത്വലാഖ് ചെല്ലാൻ അയാൾ ഉദ്ദേശിച്ചു, തീരുമാനിച്ചു. ഫഖീല ലഹു, അപ്പോൾ അയാളോട് ചോദിക്കപ്പെട്ടു മല്ലദീ യുരീബുക മിൻഹ, എന്താണ് അവളിലുള്ള പ്രശ്നം? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാര്യയെ ത്വലാഖ് ചെല്ലാനുള്ള ന്യായം, കാരണം? ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണം. നമ്മളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ത്വലാഖിന്റെ പരിധി വരെയും എത്തിക്കഴിഞ്ഞാൽ എത്രയോ നമുക്ക് ചെന്ന് കൊട്ടാനുള്ള, ടൺ കണക്കിന് ചൊരിഞ്ഞു കൊടുക്കുവാനുള്ള മനസ്സും നാവുമൊക്കെയായിരിക്കും നമുക്കുണ്ടാവുക. അവരെ സംബന്ധിച്ച് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ സലഫുസ്സാലിഹീങ്ങളിൽപ്പെട്ട ആ സാത്വികനായ പണ്ഡിതൻ പറഞ്ഞത് എന്താണെന്നറിയോ? അൽ ആഖിലു ലാ യഹ്തിഖു സിത്ര ഇംറഅതിഹി, തന്റെ ഭാര്യയുടെ രഹസ്യം, അത് ആ മറ പിച്ചു ചീന്തുക എന്നത്, പരസ്യപ്പെടുത്തുക എന്നത് ബുദ്ധിയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റിയതല്ല എന്ന്. ഫലമ്മാ ത്വല്ലഖഹ, എന്നിട്ട് അയാൾ ത്വലാഖ് കഴിഞ്ഞു. പിന്നീട് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ ഖീല ലഹു ലിമ ത്വല്ലഖ്തഹ, നിങ്ങൾ എന്തിനായിരുന്നു ത്വലാഖ് ചൊല്ലിയത്? ത്വലാഖ് ചെല്ലാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണ് നേരത്തെ കേട്ടത്. ത്വലാഖൊക്കെ കഴിഞ്ഞ് രണ്ടും രണ്ടായി കഴിഞ്ഞതിന് ശേഷം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മാലി വലിമ്രഅതി ഗൈരി, അവൾ എന്റെ ഭാര്യയൊന്നല്ലല്ലോ, വേറൊരു പെണ്ണല്ലേ.
ഞാനും വേറൊരു അന്യ സ്ത്രീയും തമ്മിൽ എന്ത് ബന്ധം? അവളുടെ എന്താണെങ്കിലും, അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഞാൻ എന്തിന് നിങ്ങളോട് പങ്കുവെക്കണം, നിങ്ങളോട് പറയണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രമാത്രം സുന്ദരമായ മതത്തിന്റെ, സ്വഭാവത്തിന്റെ, ആശയത്തിന്റെ വക്താക്കളാണ് നമ്മൾ. പക്ഷെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്തുന്ന മനോഭാവങ്ങളും നമ്മുടെ രീതികളും അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് സാന്ദർഭികമായി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കൂട്ടിക്കിടിച്ച് ചിന്തിച്ചു നോക്കുക. അതേപോലെ വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തിരുത്താൻ നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുവാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നത് വലിയൊരു മനസ്സിന്റെ ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അങ്ങനെ എന്റെ ഒരു വീഴ്ചയും കുറവും ഉണ്ടായിട്ട് അയാൾക്ക് വേണമെങ്കിൽ പരസ്യമായി ആക്ഷേപിക്കുവാൻ സാധിക്കുന്ന ഒരവസരം കിട്ടിയിട്ടും അയാൾ എന്റെ അഭിമാനത്തെ സംരക്ഷിച്ചവനാണ് എന്ന് വേറൊരു വ്യക്തിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുമായി നമുക്ക് ഒരു ആത്മബന്ധം, ഒരടുപ്പം, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഏറ്റവും ഒരു അടുപ്പം നമ്മൾ തമ്മിൽ ഉണ്ടാകും. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ. നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. അതുകൊണ്ട് തന്നെ മോശമായ സംഗതിയാണെങ്കിൽ പോലും അതിനെ നിങ്ങൾ എതിർക്കേണ്ടത് ഏറ്റവും നല്ല മാന്യമായ രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ശത്രുതയുള്ള ആളുകൾ പോലും നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്, ആത്മമിത്രമായി, ഉറ്റ ബന്ധുവായി മാറും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ന്യൂനതകളും കുറവുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ സ്നേഹത്തോടെ, അതിനേക്കാൾ ഉപരി പടച്ചറബിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ പരലോകത്ത് അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ദുനിയാവിൽ വെച്ചാണെങ്കിലും വഷളാക്കപ്പെടുന്ന അവസ്ഥ ഇല്ലാതിരിക്കണം എന്ന നെയ്യത്തോടുകൂടി ആ ന്യൂനതകൾ മറച്ചുവെക്കാനും അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടുവാനും ഒക്കെ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറെ അഴുക്കുകളും വൃത്തികേടുകളും അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനസ്സിനെ, ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ചും സംഭവിച്ച വീഴ്ച അത് അയാൾ ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞ കാര്യമാണ് എങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ല. എങ്ങനെ? അത് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എടുത്തു പറഞ്ഞ് കുത്തി നോവിക്കുന്ന, അതല്ലെങ്കിൽ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതി, അയാളുടെ രഹസ്യം അറിയാം, അതൊരു വലിയ ആയുധമായി കണ്ടുകൊണ്ട് ഏത് സന്ദർഭത്തിലും അത് ഉപയോഗിച്ച് പലരെയും ചൂഷണം ചെയ്യുന്ന രീതി. ഖുർആൻ പറഞ്ഞത് എന്താണ് എന്നറിയോ? ഫൽയഅഫു വൽയസ്ഫഹു. നിങ്ങൾ മാപ്പാക്കി കൊടുക്കണം, വിട്ടുകളയണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങളോടും മാപ്പാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു നിങ്ങളിൽ നിന്ന് അവഗണിച്ചത് ഒഴിവാക്കി കളയണം എന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ തീർച്ചയായും ആ കുറവുകൾക്ക് നേരെ കണ്ണടക്കാൻ സാധിക്കണം. ബന്ധം നല്ല നിലയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും തമ്മിലാണെങ്കിലും, അത് ഭാര്യയാകാം, മക്കളാകാം, സഹപ്രവർത്തകരാകാം, കൂട്ടുകാരാകാം, കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, നേരത്തെ നമ്മൾ കേട്ടതുപോലെ തന്നെ. പക്ഷെ അയാളുമായി നല്ല ബന്ധം, ചിലപ്പോൾ പാർട്ട്ണർമാരായിരിക്കും. അപ്പോൾ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരു ഫോർമുല എന്താണ് എന്ന് ചോദിച്ചാൽ, അയാളുടെ നന്മകൾ നിങ്ങൾ കാണുക, ആ തിന്മകൾക്ക് നേരെ കണ്ണടക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിന. ഒരു സത്യവിശ്വാസി ഒരു സത്യവിശ്വാസിനിയെ വെറുക്കുകയില്ല, അവളോട് ദേഷ്യപ്പെടുകയില്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുകയില്ല, വെറുക്കുകയില്ല, അവളെ ആട്ടി വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖ റളിയ മിൻഹാ ആഖർ. അവരുടെ ഒരു സ്വഭാവം, ഒരു പെരുമാറ്റം അയാൾ വെറുത്താൽ, അതിനോട് അയാൾക്ക് വെറുപ്പും ദേഷ്യവും ഉണ്ടെങ്കിൽ വേറെ പല സ്വഭാവങ്ങളും അവളിൽ നിനക്ക് സന്തോഷം നൽകുന്ന, നിന്നെ തൃപ്തിപ്പെടുത്തുന്നതായി നിനക്ക് കാണാൻ സാധിക്കുന്ന. അപ്പൊ നെഗറ്റീവുകൾ കാണുമ്പോൾ തന്നെ ആ നെഗറ്റീവുകൾ മറച്ചു വെക്കാൻ, അതിനെ മറികടക്കാൻ കുറെ പോസിറ്റീവുകൾ, കുറെ നന്മകൾ ഉണ്ടാകും. അത് കാണാൻ നിന്റെ കണ്ണ് തുറക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമ്മിൽ തെറ്റുകയാണെങ്കിൽ വിശേഷിച്ചും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ വിളിച്ചു പറയുന്ന രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്നാണ്. കാപട്യത്തിന്റെ, നിഫാഖിന്റെ കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയത്. വഇദാ ഖാസമ ഫജറ. അവർ തമ്മിൽ തെറ്റിയാൽ, അതുവരെയും കൂട്ടുകാരായി വർഷങ്ങളോളം പോയിട്ടുണ്ടാകും, പക്ഷെ തമ്മിൽ തെറ്റി, രണ്ടും രണ്ട് ചേരിയിലാണ്, അല്ലെങ്കിൽ അവരുടെ ബിസിനസ്, അവർ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു,
അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ നല്ല രീതിയിലല്ല, തെറ്റി നിൽക്കുകയാണ്. അപ്പൊ പിന്നെ അയാളെ സംബന്ധിച്ച് ഇല്ലാത്ത കുറവുകളും ന്യൂനതകളും ഇല്ല. എന്തേ ഇതുവരെയുണ്ടായ കുറവുകളും ന്യൂനതകളും വർഷങ്ങളായിട്ടുണ്ടായത് ഇപ്പോൾ നീ പറയുന്നു എന്ന് ചോദിച്ചാൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കപട വിശ്വാസിയുടെ ലക്ഷണമാണ് എന്ന്. അതുകൊണ്ട് നമ്മുടെ നാവിനെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ന്യൂനതകൾ, കുറവുകൾ മനുഷ്യ സഹജമാണ്. നമ്മളിലുണ്ടാകും, മറ്റുള്ളവരിലുണ്ടാകും. അതൊക്കെ ഒരു വിശ്വാസി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചതാണ് നമ്മൾ കേട്ടത്. അതനുസരിച്ച് തിന്മകളോട് അല്ലെങ്കിൽ ന്യൂനതകളോട് ഇസ്ലാമികമായ അധ്യാപനങ്ങളിലൂടെയുള്ള ആ സമീപനം സ്വീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മുടെ വീഴ്ചകളും കുറവുകളും ഒക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകളും പറയാൻ പാടില്ല എന്ന് പൊതുവിൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ ന്യൂനതകളും കുറവുകളും നമുക്ക് പറയേണ്ടി വരും. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ചില നന്മകൾ, ചില മസ്ലഹത്തുകൾ മുൻനിർത്തിക്കൊണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയൊരു വാചകം ഇങ്ങനെയാണ്: അൽ ഗീബത്തു മുഹറമത്തുൻ ബിൽ ഇജ്മാ. ഇസ്ലാമിക സമൂഹത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള കുറ്റവും കുറവുകളും പറയൽ അഥവാ ഗീബത്ത്, പരദൂഷണം ഹറാമാണ് എന്നുള്ള കാര്യം. വലാ യുസ്തസ്നാ മിൻ ദാലിക ഇല്ലാ മാ റജഹത് മസ്ലഹതുഹു. എന്നാൽ ചിലപ്പോൾ അത്തരം ന്യൂനതകൾ പറയൽ വേറെ ചില ഗുണങ്ങൾക്ക് അത് ആവശ്യമാണ് എന്ന് വരുമ്പോൾ ആ സന്ദർഭങ്ങളിൽ മാത്രം അത് പറയാം. കമാ ഫിൽ ജർഹി വത്തഅദീൽ. ചിലപ്പോൾ ദീനിയായ കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ഗുണദോഷങ്ങൾ ഹദീസ് ഉദ്ധരിച്ച എത്രയോ പണ്ഡിതന്മാരുടെ, റിപ്പോർട്ടർമാരുടെ ജീവിത ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹദ്ദിസീങ്ങളായ ഉലമാക്കൾ. വാള്യം കണക്കിന്, ദശക്കണക്കിന് വാള്യങ്ങൾ വരുന്ന കിതാബുകളിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത നിവേദകന്മാരുടെ ഗുണദോഷങ്ങൾ പറയുകയാണ്. അവരിലുള്ള ന്യൂനതകൾ പറയും. അയാൾ കളവ് പറയുന്ന ആളാണ്, അയാളുടെ ഇന്ന മോശം ന്യൂനതകൾ വിളിച്ചു പറയും. എന്തിനാ? അയാളിലൂടെ തെറ്റായ സംഗതികൾ ആളുകളിലേക്ക് പരക്കാൻ സാധ്യതയുണ്ട്, അത് ബ്ലോക്ക് ചെയ്യാൻ. അതല്ലാതെ അയാളെ ഇടിച്ച് നിരത്താൻ വേണ്ടിയോ അയാളുടെ അഭിമാനത്തെ പിച്ചു ചീന്താൻ വേണ്ടിയിട്ടോ അല്ല. ഇസ്ലാമിന്റെ നിയമങ്ങളും ശാസനകളും ഇവിടെ കൃത്യമായി സുരക്ഷിതമായി നിലനിൽക്കണം എന്ന സതുദ്ദേശത്തോടുകൂടി ഇസ്ലാമിക പണ്ഡിതന്മാർ സ്വീകരിച്ചൊരു രീതിയാണ്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ അനുവദനീയമായ അത്തരം ഏറ്റുപറച്ചിൽ, കുറവുകളും ന്യൂനതകളും പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എടുത്തുണർത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് അത്തവല്ലും. നമുക്ക് ചിലപ്പോൾ അന്യായങ്ങൾ ബോധിപ്പിക്കേണ്ടി വരും. ഭരണകൂടത്തോട് അല്ലെങ്കിൽ ന്യായാധിപന്മാരോട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഇന്നയാള് എന്നെ ഇന്ന രീതിയിൽ പറഞ്ഞു, ഇന്നത് ചെയ്തു. അതൊരിക്കലും മറ്റുള്ളവരെ അറിയാൻ അയാൾ ഇഷ്ടപ്പെടില്ല എന്നുള്ള ഉറപ്പാണല്ലോ. പക്ഷെ അത് ആ ഗീബത്ത് അനുവദനീയമായ ഗീബത്താണ്. എന്നോട് ഇന്ന രീതിയിൽ അയാൾ ചെയ്തു, പ്രവർത്തിച്ചു എന്നത് അന്യായമായി ബോധിപ്പിക്കൽ ഇസ്ലാം അനുവദിച്ച ഗീബത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരാളുടെ പെരുമാറ്റ ദൂഷ്യം അത് വേറൊരാളെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് തിരുത്തുവാനും അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും സാധിക്കുമെങ്കിൽ ആ ആളോട് നമുക്കത് പറയാം. നിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അല്ലെങ്കിൽ നിന്റെ മകൻ ഇങ്ങനെ ഒരു ഗ്യാങ്ങിൽ ഇന്ന ഒരു വൃത്തികേടിൽ പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അയാളെ കൂടി ഉണർത്തി ആ തെറ്റിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി, അയാളുടെ സഹായം തേടാൻ വേണ്ടി അയാളോട് പറയുന്ന ഒരു സാഹചര്യം. അവിടെയും എന്താണ്? ഒരു നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തന്നെ മുസ്ലിം ജനസാമാന്യത്തെ ചില ആളുകളുടെ ആശയപരമായ വൈകല്യങ്ങളും വ്യതിയാനങ്ങളും അവരുടെ ഇമ്പമാർന്ന വാക്കുകളിലൂടെ ആളുകളൊക്കെ ആ തിന്മയിലേക്ക്, തെറ്റായ ആശയത്തിലേക്ക് പെട്ടുപോകുന്ന സാഹചര്യത്തിൽ ആ പറയുന്നത് ശരിയല്ല എന്ന് ഉണർത്താൻ, അയാളെ ഗണ്ണിക്കാൻ വേണ്ടി ഇസ്ലാമികമായ തെളിവുകളും ന്യായങ്ങളും വെച്ച് സംസാരിക്കുക എന്നത്, ആളുകളെ ബോധവൽക്കരിക്കുക എന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ നസീഹത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ അത്തഅരീഫ്, ചില ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ,
ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് നമ്മളോട് ചോദിക്കും, മകളുടെ അല്ലെങ്കിൽ പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ആലോചിക്കുക, ഇന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയുമല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അയാൾക്കുള്ള ദൂഷ്യങ്ങൾ കൂട്ടാതെ അതിന്റെ കൃത്യമായ രീതിയിൽ നമുക്ക് പറയേണ്ടി വരും. പറയാം. കാരണം ആ ഒരു ജീവിതത്തെ, ആ ഒരു കുടുംബ ബന്ധത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു നന്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അങ്ങനെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ചില ആളുകളുടെ കുറവുകൾ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ നന്മകൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നേരത്തെ പറഞ്ഞ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നന്മക്ക് വേണ്ടി ഈ കാര്യങ്ങൾ പറയാമെന്നുള്ളതിന് പോലും പണ്ഡിതന്മാർ തെളിവാക്കി പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവരും ആരെങ്കിലും ഗുണദോഷിക്കുകയും കൂടി ചെയ്യുന്നത്, ഏതെങ്കിലും അപകടകരമായ കാര്യങ്ങൾ ഉണർത്തുന്നത് പോലും അന്യായമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ആ കാര്യം സൂചിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുവാനും വന്നുപോകുന്ന വീഴ്ചകളെ സംബന്ധിച്ച് നിരന്തരം റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി അസ്തഗ്ഫിറുല്ലാ എന്നുള്ള ആ ദിക്ർ, പ്രാർത്ഥന നമ്മുടെ നാവിൽ എപ്പോഴും പച്ചപിടിച്ചു നിൽക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും കുറവുകളും ന്യൂനതകളും പരിഹരിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഉണർത്താനുള്ളത്, ഈ അടുത്ത വർഷത്തെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് സർക്കാരിന്റെ കോട്ടയിൽ പോകുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹജ്ജ് കമ്മിറ്റി മുഖേന അപേക്ഷിക്കുവാനുള്ള സമയമാണ് ഇപ്പോൾ. അതിന്റെ സൈറ്റുകളൊക്കെ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ വിവരം അവരിലേക്ക് കൈമാറണം എന്നുകൂടി ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ ചെയ്ത് മുന്നേറുവാനും ഈമാനോടുകൂടി മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ സമ്മേളിക്കുവാനുള്ള മഹാഭാഗ്യം സാധുക്കളായ നമുക്ക് ഓരോരുത്തർക്കും നൽകി റബ്ബ് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار وأدخلنا الجنة مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.